പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സീനിയേഴ്സ് ജൂനിയേഴ്സിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഒരു റാഗിങ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ടതാണ്. മിനിഞ്ഞാന്നും അതേപ്പറ്റി തെളിവ് മിനിഞ്ഞാന്നാണ് ഫസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്. നാളെ കൃത്യമായ തെളിവ് കിട്ടിയാൽ ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത്. തുടർന്ന് ഇന്നലെ തെളിവ് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഇന്നലെ അതിൻ്റെ ശേഷം 2 മണി മുതൽ 6 മണി വരെ ആ സ്കൂളിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിന്മേൽ പരസ്പരം നല്ല രീതിയിൽ പറഞ്ഞ് സംസാരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അധ്യാപകരും PTA-യും അതുപോലെ തന്നെ പോലീസ് അധികാരികളും രക്ഷിതാക്കളും ഇരുഭാഗത്തുനിന്നുള്ള രക്ഷിതാക്കളും കുട്ടികളും അടക്കം ഇരുന്നു കൊണ്ട് സംസാരിച്ച് ക്ലിയറാക്കി വിട്ടു. അപ്പോൾ മിനിഞ്ഞാന്ന് ഉണ്ടായ വീഡിയോ ഞാൻ മാത്രമല്ല, ശ്രീനി ആലക്കോട് എന്ന പ്രമുഖ മാധ്യമപ്രവർത്തകൻ കൂടി ആ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവരും കൂടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെക്കാൾ റീച്ച് കൂടിയത് നമ്മുടെ നാട്ടിലുള്ള പ്രാദേശിക ഓൺലൈൻ ന്യൂസുകാരൻ പറഞ്ഞ പോലെ റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടി ചെയ്തതല്ല. അതാ അദ്ദേഹത്തിനോട് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അതിൻ്റെ ആവശ്യവും ഇല്ല. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല, പ്രൊഫഷണൽ ടീമും അല്ല. നാട്ടിലൊരു കാര്യത്തെപ്പറ്റി, അത്രയും വലിയൊരു കാര്യത്തെപ്പറ്റി പർവ്വതീകരിച്ച് പറയുന്നതുമല്ല. അദ്ദേഹം പറഞ്ഞത് ചെറിയ കാര്യത്തെപ്പറ്റി അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യമില്ല, റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടി, ലൈക്കിനും വേണ്ടി ചെയ്യുന്ന പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ ഇത് ചെയ്തപ്പോൾ കുറച്ച് കമൻറ്റ് കണ്ടു. മുഖംമൂടി ഇട്ടുകൊണ്ട് പറയുന്നു, മാസ്ക് കുറച്ച് നാളായി ഉപയോഗിക്കുന്നു, മാസ്ക് മാറ്റാം, മുഖംമൂടിയൊന്നുമില്ല, മുഖത്തോടു കൂടി തന്നെ സംസാരിക്കാം. അപ്പോൾ ഇന്ന് PTA-യിൽ ഉള്ള ഒരാളുടെ ഫേസ്ബുക്ക്, ശ്രീനേട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ വീഡിയോക്ക് താഴെ കമൻറ്റ് കണ്ടു. PTA ശക്തമായ കർശനമായ നിയമ നടപടി സ്വീകരിക്കും, ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത പബ്ലിസിറ്റിയാക്കിയ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായത്, PTA പറഞ്ഞിട്ടുണ്ടായത്. അവരോട് ഞങ്ങൾക്ക്, എനിക്കും ശ്രീനിയാട്ടനായാലും പറയാനുള്ളത്, നിങ്ങൾ കേസ് കൊടുക്കുക, ബാക്കി പിന്നെയല്ലേ, അത് നമുക്ക് പിന്നെ നോക്കാം. ഇത്രേ പറയാനുള്ളൂ കൂടുതൽ. ഓക്കെ, കാരണം ചെറിയ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 5 ദിവസമായി, ഇന്നത്തേക്ക് 6 ദിവസമായി. ഇന്നത്തേക്ക് 6 ദിവസത്തിനു മുന്നേ വെഞ്ഞാറമൂട് ഇതേപോലെ തന്നെ സഹപാഠികൾ കരിങ്കല്ല് കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച ഒരു ചെക്കനുണ്ട്. 9ാം ക്ലാസ് പഠിക്കുന്ന ചെക്കനെ അറിയാവോ? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ചെക്കനും തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, സഹപാഠികളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 1.5-2 വർഷം മുന്നേ, കഴിഞ്ഞ വർഷം താമരശ്ശേരിയിൽ വെച്ച് 10ാം ക്ലാസ് പഠിക്കുന്ന ഷഹബാസ്, ആ ഷഹബാസിനെ ഇതേപോലെ തന്നെ അല്ലേ അടിച്ചിന്. അപ്പോൾ 1-2 ദിവസത്തെ അടിയല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതാണ്. അവസാനം ഇന്ന് തീർക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് വാണിംഗ് കൊടുത്ത്, ഭീഷണി കൊടുത്ത്, അപ്പോൾ ചെക്കൻ ഇതുപോലെ മാനസികമായി തകർന്ന് നിൽക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോയി ചെക്കനെ കൂട്ടിക്കൊണ്ട് പോയി അടിക്കുന്നു. ആ അടിച്ച ഇത് ചെക്കൻ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയുണ്ടായി ഷഹബാസ്. അതിലെ പ്രതികൾ പരീക്ഷ എഴുതാൻ കഴിയാത്ത അവസ്ഥ വന്നു. പക്ഷേ ഇവിടെ പരീക്ഷ എഴുതുന്നതിന് തടസ്സമില്ല. ഞങ്ങൾ പരീക്ഷ എഴുതുന്നതിന് തടസ്സവും പറയുന്നില്ല, പരീക്ഷ എഴുതാതിരിക്കാനും പറയുന്നില്ല. നാളെയുടെ വാഗ്ദാനങ്ങളാണ്, അത് മറക്കരുത്. ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇത് തിരുത്തി പറയേണ്ട ഇത് വരും. കാരണം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യം, അത്രേ പറയാനുള്ളൂ. ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യം. അവിടെ മുന്നേ ഉണ്ടായ പ്രിൻസിപ്പാൾ, ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പാൾ, ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനും എൻ്റെ നാട്ടിലുള്ള 2 സുഹൃത്തുക്കളും കൂടിയിട്ട് രാവിലെ ഒരു 10:30 മണിക്ക്, ഒരു 2-3 വർഷം മുന്നേ 10:30 മണിക്ക് അവിടെ പോയിട്ട്, സ്കൂളിൽ പോയിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ വെച്ച്, കൃത്യമായ കുട്ടികളുടെ പേര് വെച്ച് തന്നെ, അതായത് പേര് വെച്ച് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
സംഭവിക്കാൻ പാടില്ലാത്തതും കാണാൻ പാടില്ലാത്തതുമായ കാഴ്ചകൾ കണ്ടപ്പോൾ അത് പ്രതികരിക്കേണ്ടത് ഒരു നാട്ടിലെ ഒരാൾ എന്നല്ലെങ്കിൽ ഒരു പൗരൻ, ഒരു ഇന്ത്യൻ പൗരൻ എന്നതിലുള്ള ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ റീച്ചും ഹൈപ്പിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഏട്ടൻ, മൂപ്പരെ അത്രേ പറയാനുള്ളൂ. ഈ റീച്ചും പബ്ലിസിറ്റിയും പറയുന്ന ഏട്ടനോട് അത്രേ പറയാനുള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നാളെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നാളെ നമ്മളെ വീട്ടിൽ സംഭവിക്കണം. അന്നേരം എടുത്ത് ഓടിയിട്ടും അതുപോലെ തന്നെ വാവിട്ട് കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നാളെ എൻ്റെ വീട്ടിലും നിങ്ങളെ വീട്ടിലും സംഭവിക്കാതിരിക്കാൻ ഇന്ന് പ്രതികരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പം ബ്രിട്ടീഷുകാരുടെ കീഴിൽ കാലിൻ്റെ അടിയിൽ നിൽക്കേണ്ട അവസ്ഥയല്ലേ ഉണ്ടാവുക. അന്ന് പ്രതികരിച്ചുകൊണ്ടല്ലേ നമ്മളിന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത്. അതെന്താ മനസ്സിലാക്കാത്തത്? അതൊക്കെ വിട്, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ. ഇപ്പം PTA പറഞ്ഞ പ്രകാരം കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതോടൊപ്പം ബാക്കി അതിൻ്റെ പിറകെ വെച്ച് കാണാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം വെച്ചാൽ